ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വിജസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ 3 തരം ഇലയുണ്ട് കേട്ടോ. നമ്മുടെ കുമ്പളത്തിൻ്റെ കൂമ്പുണ്ട്, മൾബറിയുടെ ഇലയുണ്ട്, ഒരു വെണ്ടക്കായുണ്ട്, പിന്നെ നമ്മുടെ വേൽച്ചീരയില്ലേ, വേൽച്ചീരയുണ്ട്. എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്ന കേട്ടോ. നമുക്കിന്നൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഇലക്കറികളൊക്കെ എന്നും കഴിക്കുന്നത് നല്ലതാണല്ലോ. നമുക്ക് ഇങ്ങനെ ഒരു തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം കൂടും, കണ്ണിനൊക്കെ നല്ലതാണ് ഇലക്കറികൾ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇലക്കറികൾ തന്നെ തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിൽ. അല്ലെങ്കിൽ നമുക്ക് ചെറുപയറും വൻപയറും ചക്കക്കുരുവൊക്കെ വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കേട്ടോ, നല്ലൊരു ബോട്ടിലാണത്. ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി, കല്ലുപ്പും അങ്ങനെ ഉപ്പ്, ഷുഗർ, പുളിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ചില്ലൂപ്പി എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ, ഗ്ലാസ് ബോട്ടിൽ. ഇന്നലെ പോയി ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചാട്ടോ. നല്ല ബോട്ടിലാട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ബോട്ടിലാട്ടോ. ഇതിലാണ് ഞാൻ ഉപ്പിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, ചുവന്നുള്ളി, കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാവേ. നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഒത്തിരി ചീരയില ഉണ്ടെന്ന് നമ്മൾ ഒത്തിരി ഉപ്പിട്ട് കൊടുത്താൽ വെന്ത് വരുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഉപ്പ് കൂടുതലായി തോന്നും. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നീട് ഇട്ട് കൊടുത്താൽ മതിയേ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരട്ടെ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ്. ഈ സമയമൊക്കെ ഉള്ളപ്പോൾ ഈ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് ലീവിൻ്റെ ദിവസമൊക്കെ ഇങ്ങനെ ചീരയിലൊക്കെ അരിഞ്ഞിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. എത്ര നാൾ വേണേലും ഫ്രീസറിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കരുത്, ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. എത്ര നാൾ വേണേലും നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് വെക്കാം കേട്ടോ. ഞാനിങ്ങനെ ഇങ്ങനെ ഫ്രീ ഉള്ള സമയത്ത് ഞാനിങ്ങനെ അരിഞ്ഞ് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു എവിടെയെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരൻ കേട്ടോ നമ്മുടെ ചീരത്തോരൻ. നമുക്ക് കുറച്ച് തേങ്ങയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ എത്രത്തോളം ഇടുന്നത് നല്ലതാണ്. ഞാൻ ഒത്തിരി തേങ്ങയൊന്നും ഇടുന്നില്ല, തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ചക്കക്കുരുവായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടം വരത്തില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചീരയുടെ കൂടെ അങ്ങനെ കഴിച്ചോളും. പിന്നെ പയറും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ഇടുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം അല്ലേ. മുട്ട ചേർത്താലും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ബീട്രൂട്ടൊക്കെ തോരൻ വെക്കുകയാണെങ്കിലും ഇല്ലേ, അതിൽ മുട്ട ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ചീരകൾ വെക്കുന്ന പോലെ ബീട്രൂട്ടിൻ്റെ തോരനിലും മുട്ട ചേർത്താലും നല്ല ടേസ്റ്റുണ്ട്. ഞങ്ങളുടെ ചേർത്തേ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇന്ന്? ഞങ്ങളുടെ അവിടെ ഇന്ന് മഴയില്ല. രാവിലെ വെയിൽ തെളിയുന്നുണ്ട്. ഇനി എപ്പോൾ വേണേലും കാലാവസ്ഥ മാറാമല്ലോ. ഇന്നലെ ഇങ്ങനെയായിരുന്നു, വെയിൽ തെളിയുക, ഇടയ്ക്ക് പെട്ടെന്നൊരു മഴ പെയ്യുക, മൂടിക്കിടക്കും, അങ്ങനെയൊക്കെയായിരുന്നു. വെയിൽ തെളിയുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്ന് പക്ഷെ മഴയില്ലാന്ന് തോന്നുന്നു. കുട്ടികൾക്കൊന്നും സ്കൂളിൽ ചോറ് കൊണ്ടുപോകണ്ട. അവിടെ സ്കൂളിൽ ഫുഡ് ഉള്ളതുകൊണ്ട് ഇവരൊക്കെ സ്കൂളിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പണി മാത്രം കഴിഞ്ഞിട്ട് അവരെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നമ്മുടെ ഏകദേശമൊക്കെ ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ.
ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തന്നെ വീട്ടിലുണ്ടായ മഞ്ഞളായിരുന്നേ. അത് ഞാൻ ഈ പുഴുങ്ങുകയൊന്നുമില്ല, ജസ്റ്റ് അല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉണക്കി വെച്ച് പൊടിച്ചെടുത്തതാണ്. നമ്മുടെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തു. നമ്മുടെ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ എരിവുള്ള ചില്ലി, അപ്പോൾ 1 സ്പൂൺ മതി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 1 സ്പൂൺ തന്നെ മതി. നന്നായിട്ട് പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ വഴറ്റി കൊടുക്കണമെന്നൊന്നുമില്ല. ചിലവർ ഇങ്ങനെ എല്ലാം കൂടെ അരിഞ്ഞ് ചീരയിലേക്ക് തന്നെ ഉള്ളി മുളകും എല്ലാം അരിഞ്ഞിട്ട് കറിവേപ്പിലയെല്ലാം അരിഞ്ഞിട്ട് ഒന്നിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് ഇളക്കി ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഉണ്ടാക്കുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഈ സമയമൊന്നുമില്ലാത്ത സമയത്ത്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ എല്ലാം വഴറ്റിയിട്ട് ലാസ്റ്റ് നമ്മുടെ പ്രധാന ഐറ്റം ചേർക്കുമ്പോഴാട്ടോ. കറണ്ട് പോയി, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയാലാണ് ഇപ്പോൾ പരിപാടി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ ചീരക്കുട്ടനെ ഇട്ട് കൊടുക്കാവേ. മൾബറിയുടെ ഇലയൊക്കെ നല്ല കേട്ടോ തോരൻ വെച്ചാൽ. അത് ഒത്തിരി മൂത്ത ഇല എടുത്തിട്ടില്ല ഞാൻ. ഈ തളിര് പോലത്തെ ഇലയില്ലേ, അങ്ങനത്തെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മത്തൻ്റെ ഇലയും മത്തൻ്റെ പൂവും ഒക്കെ തോരൻ വെച്ചാൽ നല്ലതാണ്. ചീരയില കഴിക്കുന്നത് വളരെ നല്ലതല്ലേ. കുറച്ച് നമുക്ക് ചീരയില ആകുമ്പോൾ ആദ്യം ഇടുമ്പോഴേ പാത്രം നിറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് കൊടുക്കാം. അതായിരിക്കും നല്ലത്. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മമ്മിയും പപ്പയും ചീര അരിയാൻ മടിയായതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അങ്ങനെ ചീര അരിയാൻ മടിയായതുകൊണ്ട് ഞാൻ ചീരത്തന്നെ ചിലപ്പോൾ ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മിയും പപ്പയും അവിടെ നിൽക്കുന്ന ചീരയെല്ലാം പറിച്ച് നമുക്ക് അരിഞ്ഞരിഞ്ഞ് തന്നു വിടും കേട്ടോ. ചേച്ചിക്കാണേലും അനിയത്തിക്കാണേലും എല്ലാവർക്കായാലും അവർ നന്നായിട്ട് അരിഞ്ഞ് എല്ലാം നമുക്ക് കറി വെക്കുന്ന രീതിയിൽ പെട്ടെന്ന് കറി വെക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞ് തന്നു വിടും കേട്ടോ. ഇവിടെ വരുവാണേലും ഇവിടുത്തെ ചീരയെല്ലാം പറിച്ച് അരിഞ്ഞ് വെച്ചിട്ടൊക്കെ അവർ പോകത്തുള്ളൂ. അപ്പം നമ്മുടെ ചീരയുടെ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒന്നിച്ചിടാൻ പറ്റില്ല, അപ്പോൾ കുറച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ഒന്ന് ഒന്നിച്ച് പൊത്തി വെക്കാം കേട്ടോ. നമ്മുടെ സാമ്പാർ ചീരയും നമ്മുടെ മറ്റേ ചീരയില്ലേ വെള്ളച്ചീര, ചീരച്ചേമ്പ്, അതൊക്കെയാണെങ്കിൽ ഇങ്ങനെ പൊത്തിയൊന്നും വെക്കണ്ട കേട്ടോ. അടച്ചു വെക്കണ്ട. അടച്ചു വെച്ചാൽ അതിൻ്റെ അകത്ത് വെള്ളം വരും. പക്ഷേ വേൽച്ചീരയ്ക്ക് കുറച്ച് വേവുള്ളതുകൊണ്ട് ഒത്തിരി വേവൊന്നും ഇല്ലാട്ടോ, ഒരു 10 മിനിറ്റ് നമ്മുടെ കറിയാവും. നമുക്ക് അടച്ച് പൊത്തി വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ ചീരത്തോരനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടനെ പൊട്ടിച്ചൊഴിക്കാം. പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചീരത്തോരൻ ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതെന്നറിയാം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ടേസ്റ്റി, ഹെൽത്തി, എന്നാൽ ഈസിയാണ്. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് കൂട്ടിയേക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ കുറച്ച് ഇട്ടൊക്കെ കൊടുക്കുക. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് 10 മിനിറ്റ് പോലും എടുത്തില്ല. അരിഞ്ഞ് വെച്ചിരിക്കുകയാണെങ്കിലേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചീര വെന്ത് കിട്ടി. പെട്ടെന്ന് വേഗം ഇതായിട്ടാണല്ലോ. ഈ അരിയുന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എളുപ്പമാവും. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.